Hi guys, Assalamualaikum. This is beechu faheema here. Welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്രോൺസ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ്. പ്രോൺസ് കൊണ്ടാട്ടം എന്ന് കേൾക്കുമ്പോൾ തലശ്ശേരിക്കാർക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യാൻ റാറാവീസിൽ കിട്ടുന്ന പ്രോൺസ് കൊണ്ടാട്ടമാണ്. അവിടുത്തെ മെനുവിലൊരു സ്പെഷ്യൽ ഡിഷാണിത്. ആ ഒരു സെയിം ഫ്ലേവറിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ബീഫിലോ ചിക്കനിലോ ചെയ്തെടുക്കാം, പക്ഷേ പ്രോൺസിൽ ചെയ്താലാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ പ്രോൺസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 300 ഗ്രാംസ് പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കുഴച്ച് വെക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഞാൻ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 6-7 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. 90% ആവുന്നവരെയാണ് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പ്രോൺസ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. പ്രോൺസ് ഒന്ന് കുക്കാകുമ്പോഴത്തേക്ക് അത് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കേണ്ട മാരിനേഷൻ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വിനിഗർ. ഇതെല്ലാം ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ പ്രോൺസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിനാണ് ചൂടോടെ തന്നെ ഈ ഒരു ബാറ്ററിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു ചൂടിൽ തന്നെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് കോട്ട് ചെയ്തിട്ടും. അപ്പോൾ പ്രോൺസ് കംപ്ലീറ്റ് ആയിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ആ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത പ്രോൺസ് എല്ലാം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പ്രോൺസ് കംപ്ലീറ്റ് ഫ്രൈ ആയപ്പോൾ പാനിനെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് കോട്ട് ചെയ്തെടുക്കാനുള്ള ഒരു സോസ് ഉണ്ടാക്കിയെടുക്കാം. നേരത്തെ പ്രോൺസ് ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഓയിലിൽ തന്നെയാണ് ഞാൻ ഈ സോസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 4 വറ്റൽമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു ഉള്ളി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളിയും നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് വാട്ടിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പ്രോൺസ് കുക്ക് ചെയ്തപ്പം വന്ന സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് തിളച്ച് വന്നാൽ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോസ് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്രോൺസ് ഇട്ടിട്ട് ആ ഒരു സോസ് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയാൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഞാനിതൊരു നോർമൽ സ്പൈസ് ലെവലിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്താൽ മതി. കുറച്ച് ഫ്രൈ ചെയ്ത കാഷ്യൂസ് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പ്രോൺസ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും അടിപൊളി ഫ്ലേവർ ആയിട്ടുള്ളൊരു ഡിഷാണിത്. നിങ്ങളിത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ എന്തായാലും നിങ്ങളെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ്പ് വാച്ചിങ്. താങ്ക് യു.